ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. പ്ലസ് ടു ഇക്കണോമിക്സിലെ നമ്മൾ ചാപ്റ്റർ വൈസ് പഠിക്കുന്ന ടോപ്പിക്കുകളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നാണ് ഓരോ പാഠം വൈസ് നമ്മൾ അരിച്ച് പറക്കിയിട്ട് എല്ലാ ടോപ്പിക്സും എടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ എക്സാം പാറ്റേൺ ചേഞ്ച് ആണെന്ന് വെച്ചാൽ എല്ലാ ടോപ്പിക്കും നോക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യമായി നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 1 മൈക്രോ ഇക്കണോമിക്സ് ആണ്. മൈക്രോ ഇക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. നമുക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മോഡൽ എക്സാമിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇനിയിപ്പോൾ എക്സാം പാറ്റേൺ മാറിയാൽ പോലും നമുക്ക് ഷുവർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ടു പ്രൊഡ്യൂസ്, how to produce, whom to produce. ഇത് എക്സ്പ്ലനേഷൻ കൊടുക്കണം, മസ്റ്റാണ്. എക്സ്പ്ലനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായത് മലയാളം മീനിങ് മനസ്സിലാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തൊക്കെ നിർമ്മിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ നിർമ്മിക്കണം, ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കൊക്കെ നിർമ്മിക്കണം. അപ്പോൾ ഓരോന്നിനും വരുന്ന ടോപ്പിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. രണ്ടാമതായിട്ട് ടൈപ്സ് ഓഫ് ഇക്കോണമി പഠിക്കാം. ടൈപ്സ് ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ 3 ടൈപ്പ് വരുന്നുണ്ട്. സെൻട്രൽ പ്ലാൻഡ് ഇക്കോണമി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗവൺമെന്റ് റൂള്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഡിസിഷൻസ്, അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻ ആണ് അവിടെ ചെയ്യുക. പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണുള്ളത്. ഇവർ രണ്ടുപേരും കൂടാതെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉള്ളത് മിക്സ്ഡ് ഇക്കോണമി ആണ്. അത് ഇന്ത്യ പാകിസ്ഥാനൊക്കെ നമുക്ക് മിക്സ്ഡ് ഇക്കോണമി തന്നെയാണ് കേട്ടോ. ഇത് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത് PPC കർവ്. PPC കർവ് എന്താണ് ഡെഫിനിഷൻ പഠിക്കണം. പിന്നെ ഇതേപോലെ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അണ്ടർ യൂട്ടിലൈസേഷൻ എവിടെയാണ്, അതുപോലെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്തായാലും ഗ്രോത്ത് ഓഫ് റിസോഴ്സ് എന്താണെന്നൊക്കെ അറിയണം. കാരണം ഇങ്ങനെ നമുക്ക് പോയിന്റ് വൈസ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതേപോലെ ടോപ്പിക്കുകളൊക്കെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ പിന്നീട് 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കോണമി ചോദിക്കും. 2 ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ മൈക്രോ മാക്രോ ആണ് 2 ബ്രാഞ്ച്. ഓക്കെ, ദെൻ നമുക്ക് 2 ഇക്കണോമിക് അനാലിസിസ് ഉണ്ട്. 2 ഇക്കണോമിക് അനാലിസിസ് എന്ന് ചോദിച്ചാൽ 2 വേറെയുണ്ട്. അത് നോർമാറ്റീവും അതുപോലെ തന്നെ പോസിറ്റീവ് ഇക്കോണമി, നോർമാറ്റീവ് ഇക്കോണമിയാണ് കേട്ടോ. അത് നിങ്ങൾ തെറ്റിക്കരുത്. ഇത് അനാലിസിസ് ആണ്. അതായത് ഇക്കണോമിക്സിൽ 2 അനാലിസിസ് ആണ്, പോസിറ്റീവും നോർമാറ്റീവും. 2 ബ്രാഞ്ചസ് എന്ന് പറയുമ്പോഴാണ് മൈക്രോയും മാക്രോയും വരുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ മാക്രോ എന്ന് വെച്ചാൽ 2 ബ്രാഞ്ചസും, അനാലിസിസ് എന്ന് പറയുന്നത് നോർമാറ്റീവും പോസിറ്റീവും. മൈക്രോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മിസ് ഇവിടെ ഇതിന് മാത്രമാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഇൻഡിവിജ്വൽ ആണ്, അതുപോലെ തന്നെ ആസ് എ വൺ ഇൻഡിവിജ്വൽ സ്റ്റഡി ആണ്, ഇത് അഗ്രിഗേറ്റ് സ്റ്റഡി ആണ്, പ്രൈസ് തിയറി ആണ്, ഇൻകം തിയറി ആണ്, പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ്, ജനറൽ ആണ്, വോംസ് ഐ വി ആണ്, ബേർഡ്സ് ഐ വി ആണ്. ഇങ്ങനെ എഴുതി വെച്ചാലും മതി. നമുക്ക് ഇക്കണോമിക്സിൽ നമുക്ക് മെയിൻ പോയിന്റുകൾ ഇതുപോലെ എഴുതി വെച്ചത് സെന്റൻസ് തന്നെ ഇറന്നില്ല. ഇങ്ങനെ ഡിഫറൻസ് ഒക്കെ എഴുതുമ്പോഴേ ഇതുപോലെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്കൊക്കെ കിട്ടും കേട്ടോ. ദെൻ ചാപ്റ്റർ 2ലേക്ക് കിടക്കുമ്പോൾ മിസ് ടോപ്പിക് വൈസ് ആണ് എഴുതിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന നല്ല വെയിറ്റേജ് ഉള്ള എബൌട്ട് 11 മാർക്സിൻ്റെ മുകളിൽ വരെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണിത്. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ജയിക്കാനുള്ള പാഠങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന പാഠമാണ് കേട്ടോ. അത് മിസ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ 4 പാഠങ്ങൾ മതി എന്ന് പറഞ്ഞിട്ട് അതിൽ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വൈകാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ വരുന്നതാണ്, പിന്നാലെ വരും. അത് നിങ്ങൾ ഒരാൾ ടെൻഷൻ ആവാണ്ട് നമ്മൾ ആ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ടോപ്പിക്സുകൾ ഇന്ന് പഠിക്കാം. ഇതിൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റി 2 മാർക്കിനൊക്കെയാണ് കേട്ടോ അത് ചോദിക്കാറ്. എന്താണ് കാർഡിനൽ, ഓർഡിനൽ 1 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കും. ഇത് നെക്സ്റ്റ് ആണ് ബഡ്ജറ്റ് ലൈന്, അതിൻ്റെ ഇക്വേഷന്, അതിൻ്റെ ഒരു പ്രോബ്ലം പഠിക്കാം, അതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണെന്ന് പഠിക്കാം. നമ്മൾ പ്രോബ്ലം വീഡിയോ ചെയ്യും. പ്രോബ്ലം വീഡിയോയിൽ നമ്മൾ ആ പ്രോബ്ലംസ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. പ്രോബ്ലംസ് അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ മിസ്സ് പറഞ്ഞ പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കണ്ടാൽ മാത്രമായി നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് ഓക്കെ ആവും. പിന്നെ ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കും. മൊണോട്ടോണിക് പ്രിഫറൻസ് എന്താണ് എടുത്തെഴുതാൻ പറയും. കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അത് വരയ്ക്കാനും എക്സ്പ്ലനേഷൻ ചെയ്യാനും അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡിമാൻഡ്, അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് 4 മാർക്കിന് ചോദിക്കും. ലോ ഓഫ് ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് പ്രോബ്ലംസ് ആയിട്ടും അല്ലാതെ എഴുതാനും നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കും. ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് 8 മാർക്കിനൊക്കെയാണ് പോവാറ്. ഓക്കെ, അപ്പം നല്ലപോലെ പഠിക്കേണ്ട, സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ചാപ്റ്റർ 2. ദെൻ ഇതിൽ ലാസ്റ്റ് പാർട്ടിൽ വരുന്നത് ചാപ്റ്റർ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് 4 മാർക്കിന്.
എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചോദിക്കാറുണ്ട്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ, പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇലാസ്റ്റിറ്റിയുടെ 5 ഡിഗ്രീസ് നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നമുക്ക് മാക്സിമം 5 മാർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് 5 മാർക്ക് 8 മാർക്കൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. നമ്മൾ ചാപ്റ്റർ 3ലേക്ക് കിടക്കുമ്പോൾ എഗെയിൻ ഒരുപാട് വെയിറ്റേജുള്ള അടുത്ത ഒരു പാഠാണിത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഐസോകോണ്ട് എന്താണ്, 2 മാർക്കിന് നമുക്ക് പഠിക്കണം. ഐസോകോണ്ട് ഷേപ്പ് പഠിക്കാം, പ്രൊഡ്യൂസറുടെ ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പാണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് ഐസോകോണ്ടിലൂടെ അറിയാനായിട്ട് പറ്റണം. പിന്നീട് നമ്മൾ ചോദിക്കുന്നതാണ് TP AP MP-യുടെ ഒരു 2 മാർക്കിന് നമുക്കൊരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമുക്ക് മോഡൽ എക്സാമിന് അധികം പ്രോബ്ലം ചോദിച്ചിരുന്നില്ല എന്ന് വെച്ച് ഫൈനലിൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. കാരണം മോഡലിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരുടെയും, സയൻസ് ബാച്ച് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ മോഡൽ എക്സാമിൽ പഠിക്കുക, മോഡൽ എക്സാമിൽ ചോദിക്കാത്ത കാര്യങ്ങളും കൂടി പഠിക്കാം. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ 3 സ്റ്റേജസ്, ഫിഗർ, എക്സ്പ്ലനേഷൻ. നമുക്കത് 6 മാർക്കിനാണ് ചോദിക്കാറുള്ളത് കേട്ടോ. കോസ്റ്റിൻ്റെ പ്രോബ്ലംസ് സാധാരണ അതിൻ്റെ കെർവുകൾ നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ടായിരുന്നു. മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കണോ? വേണ്ട, അതും പഠിക്കണേ. റിട്ടേൺസ് ടു സ്കെയിൽ, അതിൻ്റെ 3 സ്റ്റേജസ് നമുക്ക് 4 മാർക്ക്. എന്താണ് റിട്ടേൺ ടു സ്കെയിൽ? 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. കോപ്പ് ഡോഗ്ലസിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 3 മാർക്കിന് മേ ബി ആണത് കേട്ടോ. ഒരു A+ ചോദ്യമാണ്. A+ കുട്ടികൾ വേണമെങ്കിൽ പഠിച്ചാൽ മതിയാവും നല്ല രീതിയിൽ. അതായത് അതിൽ ആൽഫ പ്ലസ് ബീറ്റ = 1 ആണെങ്കിൽ, അങ്ങനെയുള്ള =1 ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, >1 ആണെങ്കിൽ അങ്ങനത്തെ ഒരു 2-3 കാര്യങ്ങളെ പഠിക്കേണ്ടുള്ളൂ. ചാപ്റ്റർ 4ലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 4 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റാം. TR AR MR ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം, ഇതിൻ്റെയൊക്കെ കെർവുകൾ, ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോബ്ലം നമുക്ക് ഇതുപോലെ 4 മാർക്കിനാണ് ചോദിക്കാറ്. ഷോർട്ട് റൺ ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വിത്ത് ഡയഗ്രാം 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിൽ ചോദിച്ചിരുന്നു. അത് 6 മാർക്കിലേക്കും പോവാം, അതുപോലെ തന്നെ 8 മാർക്കിലേക്കും പോവാം. അപ്പോൾ നമ്മൾ 8 മാർക്കിൻ്റെ കണ്ടന്റിലേക്കും വേണം അത് പോകാനായിട്ട്. ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ എന്ന് പറയുന്നത് 4 മാർക്കിനാണ്. അതായത് ഡിറ്റർമിനൻസ് 4 മാർക്കിന് നമ്മൾ നോക്കണം. ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണം 3 മാർക്കിന്. എന്താണ് ബ്രേക്ക് ഈവൺ പോയിന്റ്? അതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ്? അതിൻ്റെ ബ്രേക്ക് ഈവൺ പോയിന്റ് ഒന്ന് ഷട്ട് ഡൗൺ പോയിന്റ് ഒന്ന് വരച്ച് കാണിക്കുക. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും വരയ്ക്കണേ, എന്നാലേ നമുക്കത് നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇത് ചാപ്റ്റർ 5ലേക്ക് കടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ. ഇതിൻ്റെ ഒക്കെ ഒരൊറ്റ ഡയഗ്രാമേ ഉള്ളൂ. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ നമ്മുടെ എക്സസ് സപ്ലൈ ആണ്, ഇവിടെ നമ്മുടെ എക്സസ് ഡിമാൻഡാണ്. ഇത് ഒരൊറ്റ ഡയഗ്രാമും ഓരോന്നും എന്താണെന്ന് ഓരോ സെൻറ്റൻസ്. ചിലപ്പോൾ ഓരോന്നും 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ അതല്ല, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് വരച്ച് കാണിക്കണം. ഫിഗർ വരച്ചിട്ട് അവിടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കാണിക്കണം. ഇത് ഇന്നതാണെന്ന് അടയാളപ്പെടുത്തി കാണിക്കാം. പിന്നെ ഈ പാർട്ടിൽ നിന്ന് നമുക്കൊരു 3 മാർക്കിന് ഒരു പ്രോബ്ലം, അതായത് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രൈസ് സീലിംഗ് ഫിഗർ സെപ്പറേറ്റ് ചോദിക്കാം, പ്രൈസ് ഫ്ലോർ ഫിഗർ സെപ്പറേറ്റ് ചോദിക്കാം, ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് സെപ്പറേറ്റ് ചോദിക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് 8 മാർക്കിനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഓരോന്നും അതിൻ്റെ ഫിഗറും എക്സ്പ്ലനേഷനൊക്കെ നല്ലപോലെ പഠിക്കാം. ഓക്കെ, അടുത്തത് വരികയാണെങ്കിൽ നമ്മൾ മാക്രോ സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കാനുള്ള 6 പാഠങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ 6 പാഠങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് 4 പാഠം നന്നായി പഠിക്കുക. 5 മാറും ചെറിയ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് അല്ല. ഫസ്റ്റ് പാഠത്തിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഷുവർ 1 3 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 സെക്ടേഴ്സ് ഓഫ് ഇൻ ഇക്കോണമി 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നമുക്ക് ജയിക്കാൻ സിമ്പിളായിട്ട്, ജയിക്കാൻ ആവശ്യമുള്ള ടോപ്പിക്സും ഉണ്ട്. ഇപ്പോൾ ജയിക്കാൻ ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പോൾ ജയിക്കാൻ കുറച്ച് മതി, ഡബിൾ പാസിന് കുറച്ച് മതി, അതുപോലെ തന്നെ A+ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഇതിൽ കിടക്കുന്നുണ്ട് നമുക്ക് ഈ എക്കണോമിക്സിൽ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണെങ്കിൽ മിസ് പറഞ്ഞല്ലോ മൈക്രോയിലെ 2ാം പാഠം 3ാം പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മാക്രോയിലും 2ാം പാഠം 3ാം പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് പാഠത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ നമ്മൾ ഗുഡ്സിൻ്റെ കുറച്ച് കാറ്റഗറീസ് പഠിക്കണം. അത് 2 മാർക്കിലേക്കൊക്കെയാണ് പോവാറ്. പക്ഷേ ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ധാരാളമാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഒരുപാടുണ്ട്. എന്തിന്? അത്യാവശ്യം മാർക്ക് പോവാം. സ്റ്റോക്കും ഫ്ലോയും നമ്മളുടെ ഡിഫറൻസ് 4 മാർക്കിന് പഠിക്കാം. നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിക്കാറുണ്ട്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം 8 മാർക്കിന് 6 മാർക്കിന് ചോദിക്കാറുണ്ട്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വിത്ത് ഫിഗർ 6 മാർക്കിന് ചോദിക്കാറുണ്ട്. GDP ഡിഫ്ലേറ്റർ പ്രോബ്ലം എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. GDPയും വെൽഫെയറും നമ്മൾ ഇൻഡിക്കേറ്ററായി കാണാൻ സാധിക്കുമോ
എന്ന് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇതിൽ മിസ് ഇക്വേഷൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇക്വേഷൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും പഠിച്ച് ലാസ്റ്റ് പഠിച്ചാൽ മതി. ഇക്വേഷൻസ് വരില്ല എന്ന് മിസ് ഒരിക്കലും പറയില്ല, അത് വരാറുണ്ട്. ഒരു 5 മാർക്കിനൊക്കെയാണ് വരിക, മാക്സിമം ആണ് കേട്ടോ. ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 11 മാർക്ക് എബവ് വെയിറ്റേജ് ഒക്കെ ഉള്ള അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കാവുന്ന ഒരു പാഠാണിത്. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡിഫിക്കൽട്ടീസ് 4 മാർക്കിന്, മണിയുടെ ഫങ്ഷൻസ് 6 മാർക്കിന്, 3 മോട്ടീവ്സ് ഏതാണെന്ന് ചോദിക്കാം. സ്പെക്കുലേറ്റീവ് മോട്ടീവും ലിക്വിഡിറ്റി ട്രാപ്പും സെപ്പറേറ്റ് ചോദിക്കാം. RBIയുടെ ഫങ്ഷൻസും പോളിസി ഇൻസ്ട്രുമെൻറ്റും ഒരുമിച്ച് നമുക്ക് 8 മാർക്കിനാണ് ചോദിക്കാം. ഇതും ഒരുമിച്ച് 8 മാർക്കിന് ചോദിക്കും. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് 6 മാർക്കിന് ചോദിക്കും. മണി സപ്ലൈ M1 M2 M3 M4 ലിക്വിഡ് മണി, ഫയറ്റ് മണി, ലീഗൽ ടെൻഡർ, അതൊക്കെ നമുക്ക് മണി സപ്ലൈയുടെ പോർഷനിൽ നിന്ന് പഠിക്കണം. അപ്പോൾ M1 M2 M3 M4 ഒക്കെ എന്താണ്, ഇതിൽ ഏതാണ് അഗ്രിഗേറ്റീവ്, ഏതാണ് ലീസ്റ്റ്, ഏതാണ് മോസ്റ്റ് എന്നൊക്കെ ചോദിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ എല്ലാ ടോപ്പിക്കും നമ്മൾ നല്ലപോലെ കവർ ചെയ്യാനായിട്ടുണ്ട്. അടുത്ത പാഠമാണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4 ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇവിടെ നിങ്ങൾ എക്സ് ആൻഡ് എക്സ്പോസ് സെൻസ് എന്താണ്, എക്സ് ആൻഡ് കമ്പോണൻസ് ഏതാണ്, കമ്പോണൻസ് ഓഫ് 2 സെക്ടർ മോഡൽ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ പറയുന്നത്. വിത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്കിവിടെ അറിയണം. അതായത് ഹൗസ് ഹോൾഡും ഇൻവെസ്റ്റ്മെൻറ്റും അവരിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, ആ ടോപ്പിക്കുകളൊക്കെ അവിടെ അറിയണം. ദെൻ അഗ്രിഗേറ്റഡ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം, ഇൻകം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം നിങ്ങളിപ്പോൾ ആ വീഡിയോ മിസ്സിൻ്റെ കണ്ടാൽ മതിയാവും. പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആ ഡയഗ്രം ഒന്ന് പഠിച്ചിരിക്കുക. നമ്മളോട് ചോദിക്കാറുണ്ട് 2 സെക്ടർ മോഡലിൻ്റെ ഡയഗ്രാം, മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ 2 സെക്ടറിൻ്റെ മോഡൽ ഡയഗ്രാം വേറെ വരച്ച് വെച്ചു. ദെൻ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണ് 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കും. ദെൻ MPSC MPC APSC APC ഇതൊക്കെ നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് 4 മാർക്കിന് ഒരു ഷെഡ്യൂൾ ചെയ്ത ടേബിളായിട്ട് നമുക്കറിയണം. ദെൻ നെക്സ്റ്റ് ആണ് ചാപ്റ്റർ 5. ചാപ്റ്റർ 5 ഗവൺമെൻറ് ചാപ്റ്ററാണ്. ഇവിടെ ഗവൺമെൻറ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, ബഡ്ജറ്റ്, അതിൻ്റെ ടൈപ്സ്, കമ്പോണൻസ് ഓഫ് ബഡ്ജറ്റ് 8 മാർക്കിന് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അത് റെയർ ആയിട്ടാണ് കാണാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അത് പഠിക്കണം. ദെൻ ഫിസ്ക്കൽ പോളിസി ചേഞ്ചസ്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ അതറിയണം. അഗ്രിഗേറ്റഡ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം, ഇൻകം, മൾട്ടിപ്ലെയർ, ഇതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് മാത്രം ഒന്ന് പഠിച്ചിരിക്കാം. ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. അത് നമുക്ക് വല്ലാണ്ട് യൂസ്ഫുൾ ആവാറില്ല. അതായത് എക്സാമിന് അങ്ങനെ വന്ന് നമ്മൾ ഇക്വേഷൻസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവാം. ദെൻ ചാപ്റ്റർ 6 BOT BOP തമ്മിലുള്ള ഡിഫറൻസ് അറിയണം 4 മാർക്കിന്. ഓപ്പൺ ഇക്കോണമിയുടെ 3 ലിങ്കേജസ് അറിയണം. എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഡിറ്റർമിനൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഒരു 6 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കും. കമ്പയർ ചെയ്യാനൊക്കെ പറയും, ഫിക്സഡ്, ഫ്ലെക്സിബിൾ. ഇനി ഇതൊന്നും പോരാണ്ട് ഇതിൽ EPF ചോദിക്കാറുണ്ട്. EPF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, EPF ബൈ F/100 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് നാട്ടിലെ വിലയാണോ അവിടുത്തെ വിലയാണോ എന്ന് വെച്ച് കമ്പയർ ചെയ്യാനുള്ളത്. അതായത് ഫോറിൻ നാട്ടിലെ പ്രൈസ് നമ്മുടെ നാട്ടിലെ പ്രൈസും കമ്പയർ ചെയ്തിട്ട് × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് അവിടെയാണോ ഇവിടെയാണോ വില കൂടുതൽ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചാപ്റ്റർ വെച്ച് നിങ്ങൾ പഠിക്കുക. A+ നന്നായി കിട്ടുമെന്ന് മിസ് പറയുന്നു, ഉറപ്പാണ്. ഇനി നമ്മൾ പഠിക്കണം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഓൾ പ്രോബ്ലംസ്, എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസ് പഠിക്കണം. അതിനുശേഷം എല്ലാ കർവുകളും ജസ്റ്റ് ഒരു പേപ്പറിലൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. അല്ലെങ്കിൽ മിസ് വീഡിയോ ഇടുന്നുണ്ട്, കർവുകളുടെ ഒക്കെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിങ്ങനെ മറിച്ച് പോയാൽ മതി, നിങ്ങളുടെ മൈൻഡിൽ അത് കിട്ടും. പിന്നെ നിങ്ങൾ 8 മാർക്കിൻ്റെ ഷുവർ പ്രോബ്ലംസുകൾ, ഷുവർ ടോപ്പിക്സുകൾ ഞാൻ പഠിച്ചിട്ടുണ്ടോ, കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഞാൻ പഠിച്ചോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങൾ പാസ്സാവാനുള്ള കുട്ടികൾ, പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു 4 ചാപ്റ്റേഴ്സാണ് നല്ലപോലെ പഠിക്കേണ്ടത്. അതൊക്കെ പഠിക്കാം. ഇത്രയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പഠിച്ചാലാണ് നമുക്ക് ഇക്കണോമിക്സ് നല്ല മാർക്ക് കിട്ടുള്ളൂ. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ പ്രോബ്ലം വീഡിയോ, കർവ് വീഡിയോ, 8 മാർക്കിൻ്റെ വീഡിയോ, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ പറഞ്ഞിരുന്നു. പിന്നെ പാസ് മാർക്കിൻ്റെ വീഡിയോ, ആ 4 പാഠങ്ങളിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.